എന്താ നിങ്ങള് കൊറച്ചു പേരേ ഉള്ളോ? പകുതി പേരല്ലേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരെവിടെ? ഇപ്പൊ നമ്മള് മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓക്കെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ you have to learn what you mean by MAC, Harvard, von Neumann architecture. Okay, von Neumann architecture. And other than this, you have to learn what you mean by pipelining. What you mean by pipelining? അതാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു ഡി എസ് പി പ്രോസസ്സർ അല്ലെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യും പറയാം ആ ഒരു കിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡി എസ് പി ഏത് ഐ സി ആണ് ആയിക്കോട്ടെ, ആ ഒരു ഡി എസ് പി ഐ സി മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫങ്ഷനിങ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതെല്ലാം ഈ ആർക്കിടെക്ചറിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഈ കമ്പ്യൂട്ടർ അതായത് ഈ ഹാർവേഡ് അല്ലെങ്കിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലോട്ട് ഡയറക്റ്റ് വരും മുമ്പ് ഒന്ന് ബേസിക് ആയിട്ട് എന്താണ് ഡി എസ് പി ഒന്ന് പറഞ്ഞേ. എന്താണ് ഡി എസ് പി? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്താന്നുള്ളത് മോഡ്യൂൾ 1 നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിംഗ് ടെക്നിക്സ് നോക്കി. നൗ you have to say what you mean by a processor. Okay, what you mean by a processor? DSP processor. ആരെല്ലാം മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. എന്താ പ്രോസസ്സർ? ഡി എസ് പി ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫങ്ഷൻ എന്താണ്? എന്താ അതിന്റെ ഫങ്ഷൻ? അതൊരു സ്പെഷ്യലൈസ്ഡ് മൈക്രോ പ്രോസസ്സർ തന്നെയല്ലേ? അല്ലേ? ഡി എസ് പി, അതായത് ഡി എസ് പി പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ്, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് മൈക്രോ പ്രോസസ്സർ. ഓക്കെ, മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അത് ഒരു സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മൈക്രോ പ്രോസസ്സറിനെയാണ് ഡി എസ് പിസ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ തരം പ്രോസസ്സിങ് ചെയ്യും? അതിൽ ഇൻബിൽഡ് ആയിട്ട് എന്തൊക്കെ ഒരു പ്രോസസ്സറിനെ കൊണ്ട്, അതായത് നമ്മുടെ ലാബിൽ ഇപ്പോൾ 6745 കിറ്റ് ഡി എസ് പി കിറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ഫങ്ഷൻസ്, എന്തൊക്കെയോ ലീനിയർ കൺവല്യൂഷനും അല്ലാണ്ട് കുറെ ഡി എഫ് ടിയും കാര്യങ്ങളൊക്കെ അത് വെച്ച് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ എന്താണ്, അതൊരു ഡി എസ് പി ഒരു പ്രോസസ്സറാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, അതാണ് ഡി എസ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ these processors can be again called as programmable DSPs. Programmable DSPs. It can be again known as programmable DSPs. അല്ലേ?
ഈ സ്ലൈഡ് നോക്കിയേ. DSP is a specialized microprocessor designed specifically for digital signal processing, generally in real-time computing. അല്ലേ? സ്പെഷ്യലൈസ്ഡ് മൈക്രോ പ്രോസസ്സർ designed specifically for digital signal processing in real-time computing, and they contain special architecture and instruction set. Okay, and they contain special architecture and instruction set so as to execute computation intensive DSP algorithm more efficiently. അല്ലേ? എന്താണ് ഈ സെന്റൻസ് എന്താണ് പറയുന്നത്? ദേ ആർ, അതായത് പ്രോസസ്സേഴ്സ്, ഈ DSP പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ എന്താണ് അവര്, അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നു, ഒരു DSP IC യൂസ് ചെയ്യുന്നു, അത് എന്ത് വേണോ ആയിക്കോട്ടെ. ഈ IC എന്ന് പറയുന്നത് എന്ത് കാണും? ഓരോ ICക്കും ഓരോ സ്പെഷ്യൽ ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും. ഓക്കെ, എന്തിന്? DSP അൽഗോരിതം, അതായത് നമ്മൾ കൊടുക്കുന്ന അൽഗോരിതം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, പ്രോഗ്രാം ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് കാണും? സ്പെഷ്യൽ ആർക്കിടെക്ചർ ആൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും ഈ DSPക്ക്. ഓക്കെ, മനസ്സിലായോ? So that they can be known as programmable DSP. Okay, so that they can be known as programmable DSP or PDSPs. However, in terms of low power requirements, cost, real-time input-output compatibility, and availability of high-speed on-chip memories, the programmable DSPs have an advantage over the advanced microprocessors. Okay, അപ്പം നമ്മളൊരു DSPയും ഒരു മൈക്രോ പ്രോസസ്സറും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, പ്രോഗ്രാമബിൾ DSPയും മൈക്രോ പ്രോസസ്സറും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രോഗ്രാമബിൾ DSPക്ക് ആയിരിക്കും അഡ്വാൻറ്റേജ്. എങ്ങനെ? ഡ്യൂ ടു ദി എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് എന്തൊക്കെ കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്? ലോ പവർ റിക്വയർമെന്റ്, കോസ്റ്റ്, റിയൽ ടൈം ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പാറ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഹൈ സ്പീഡ് ഓൺ ചിപ്പ് മെമ്മറീസ്. ഇങ്ങനത്തെ സർട്ടൻ എന്താണ് മെറിറ്റ് കാരണമാണ് നമ്മുടെ പ്രോഗ്രാമബിൾ DSPs എന്തുകൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സേഴ്സിനെക്കാട്ടിലും കൂടുതൽ അഡ്വാൻറ്റേജ് പ്രോഗ്രാമബിൾ DSPs ആയത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും? ഇനി ഈ പ്രോഗ്രാമബിൾ DSPs, അതായത് നമുക്ക് പഠിക്കാനുള്ള DSPs, they are divided into two categories. Okay, they are general purpose and special purpose DSP. First one is general purpose DSP and second one is special purpose DSPs. Okay, നോട്ട് ചെയ്തോ? ഇത്ര ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് നോട്ട് ചെയ്തു പോയേ. DSP എന്താണെന്നും and function, it consists of special architecture and instruction set to execute the intensive DSP algorithm more efficiently, and it is, when compared to the advanced microprocessors, they have certain advantages. Okay, like low power requirement, cost, real-time input-output compatibility, availability of high-speed on-chip memories, and the programmable DSPs can be divided into two. That is, first one general purpose DSP and second one special purpose DSP. നോട്ട് ചെയ്തോ നിങ്ങളത്? ഇനി എന്താണ് ജനറൽ പർപ്പസ് DSP? ജനറൽ പർപ്പസ് DSP എന്ന് പറയുന്നത് they are high speed microprocessors. Okay, high speed microprocessors with architecture and instruction set optimized for DSP operation. എന്ന് വെച്ചാൽ എന്താണ് ജനറൽ പർപ്പസ് DSP എന്ന് പറയുന്നത്? ശരിക്കും
ജനറൽ പർപ്പസ് ഡി എസ് പി എന്ന് പറയുന്ന ഒരു ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ they consist of the architecture and instruction set optimized for DSP operations. DSP അൽഗോരിതം എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചറും ഇൻസ്ട്രക്ഷൻ സെറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സർ, ഒരു ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ്സർ. അതാണ് ജനറൽ പർപ്പസ് ഡി എസ് പി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഈ തന്നേക്കുന്നത്. 1-2 എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുക. TMS 320C5X, TMS 320C5 4X ആൻഡ് മോട്ടോറോള DSP 563X. ഇതൊക്കെ എന്താണ്? ജനറൽ പർപ്പസ് ഡി എസ് പി ആണ്. ഓക്കെ, ഇതില് ഒന്നുമില്ലെങ്കിൽ ഇതാ ഇത് TMS 320C67XS അതെന്ന് പറയുന്നത് നമ്മുടെ ലാബിൽ ചെയ്യുന്ന അല്ലേ? നമ്മുടെ ലാബിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? TMS 320C6745. ഓക്കെ, ഇതൊരു ജനറൽ പർപ്പസ് ഡി എസ് പി ആണ്. ഓക്കെ, നോട്ട് ചെയ്തോ? ഇതൊക്കെ ആ പോയിന്റ്സ് നോട്ട് ചെയ്തോ? ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഡി എസ് പി എന്താണ്? സ്പെഷ്യൽ പർപ്പസ് ഡി എസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോസസ്സേഴ്സ് തന്നെയാണ്. കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഡി എസ് പി അൽഗോരിതംസ്. ഓക്കെ, ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഡി എസ് പി അൽഗോരിതം സച്ച് ആസ് FFT ആൻഡ് സെക്കൻഡ് ടൈപ്പ് എന്താ? PCM ആൻഡ് ഫിൽട്ടറിംഗ് പർപ്പസസ്. അതിനൊക്കെയാണ് സ്പെഷ്യൽ പർപ്പസ്. അതായത് ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ DSP ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കിറ്റ് പോലെ. പക്ഷെ ഈ സ്പെഷ്യൽ പർപ്പസ് എന്ന് വെച്ചാൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ദാറ്റ് ആസ് എന്താണ്? FFT, PCM, ഫിൽട്ടറിംഗ്, അങ്ങനത്തെ സർട്ടൻ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് DSP. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് MT93001, പിന്നെ ഈ PDSP16515A, UPD-SP16256. ഓക്കെ, രണ്ടൊന്ന് നോട്ട് ചെയ്തോ. നമുക്ക് ഇൻ ഡീറ്റെയിൽ പഠിക്കാനുള്ള എന്താണ്? ജനറൽ പർപ്പസ് ഡി എസ് പി ആണ്. ഓക്കെ, ജനറൽ പർപ്പസ് ഡി എസ് പി നോട്ട് ചെയ്തോ? നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് DSP പ്രോസസ്സേഴ്സ് ഓവർ കൺവെൻഷണൽ മൈക്രോ പ്രോസസ്സേഴ്സ്. ഓക്കെ, എല്ലാം ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് DSP പ്രോസസ്സർ സപ്പോർട്ട്സ് ഫാസ്റ്റ് പ്രോസസ്സിംഗ് അറേസ്. ഓക്കെ, the architecture of DSP processors supports fast processing of arrays. പിന്നെ എന്താണ്? സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. പിന്നെ സപ്പോർട്ട് പാരലൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഹാവ് സെപ്പറേറ്റ് ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറീസ്. സപ്പോർട്ട് സൈമൾട്ടേനിയസ് ഫെച്ചിങ് ഓഫ് മൾട്ടിപ്പിൾ ഓപ്പറാൻഡ്സ്. have 3 separate computational units: arithmetic logic unit, multiplier and accumulator and shifter, powerful interrupt structure and timers, multiprocessing ability, on-chip program memory and data memory. ഓക്കെ, ഇതൊക്കെയാണ് ഒരു എന്താണ് DSP പ്രോസസ്സേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? ഫാസ്റ്റ് പ്രോസസ്സിങ് ഓഫ് അറേസ്. അറേസ് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു അൽഗോരിതം കൊടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് അറേസിലായിരിക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് വരുമ്പം നിങ്ങൾക്ക് പഠിക്കാം. MAC ഒക്കെ നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം അറേ ഓപ്പറേഷനാണ് കൂടുതൽ വരുന്നത്. ആ അറേ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കും? ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈ ഇൻസ്ട്രക്ഷൻ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് they require only a single clock cycle. Okay, and also they support parallel execution of instruction. single അല്ലെങ്കിൽ ഒറ്റ ഇൻസ്ട്രക്ഷൻസ് അല്ല, at a time they can execute parallel set of instructions. Okay, and the next one is that they have separate data memory and separate program memory. അതൊക്കെ ഈ പറയുന്നതൊക്കെ നമ്മൾ ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ഹാർവേഡ് ആർക്കിടെക്ചർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കാണാം ഈ ഡേറ്റ പ്രോഗ്രാം ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ
എന്താണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്? It supports simultaneous fetching of multiple operand. And also they have 3 separate computational units: arithmetic logic unit, multiplier, accumulator, and shifter. Okay, and next one is that they consist of powerful interrupt structure and timers, and have multiprocessing ability, and also they have on-chip program memory and data memory. Okay, these are the advantages of DSP processors over conventional microprocessors. Okay, now we will move on to MAC. What do you mean by MAC? MAC is multiplier and multiplier accumulator. Okay, multiplier and multiplier accumulator. Okay, this is MAC. Okay, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതായത് ഒരു അറേ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കിടെക്ചറിൽ കോമൺ ആയിട്ട്, അതായത് ഡി എസ് പി ആപ്ലിക്കേഷൻസിൽ, ഓക്കെ, ഡി എസ് പി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൽഗോരിതം എന്തും ആയിക്കോട്ടെ, അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് അവിടെ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് അറേ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഈ അറേ മൾട്ടിപ്ലിക്കേഷൻ മീൻസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കൺവല്യൂഷൻ ആൻഡ് കോറിലേഷൻ. ഓക്കെ, ഈ കൺവല്യൂഷൻ കോറിലേഷൻ ഒക്കെ ഒരു അറേ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ദേ റിക്വയർ അറേ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ്. ഓക്കെ, ഇതാണ് എന്താണ് MACയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൺവോൾവർ, ഓക്കെ, ഒരു കൺവോൾവർ വെച്ചിട്ട് ഒരു സിംഗിൾ മൾട്ടിപ്ലയർ ആൻഡ് ആഡർ, അതാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതില് എന്ത് ചെയ്യും? കൺവോൾവർ മീൻസ് എന്താണ്? കൺവോൾവർ മീൻസ് y of n ആണ് നമ്മുടെ ഔട്ട്പുട്ട് എങ്കിൽ വി വിൽ മൾട്ടിപ്ലൈ x of n ആൻഡ് h of n. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്, ഇങ്ങനെയാണ് ഡേറ്റ ഫ്ലോ നടക്കുന്നെങ്കിൽ ഇൻപുട്ട് ഡേറ്റ x of n ഉം ഈ h of n എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന h of n എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് തന്നെയാണ്. ഓക്കെ, ഇമ്പൾസ് തന്നെയാണ്. കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും ഇമ്പൾസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒരു കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഈ പടം ഒന്ന് വരച്ചെടുത്തോ. ഇതാണ് MAC എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ നടന്നത്. അതാണ് ഞാൻ പറഞ്ഞ അറേ മൾട്ടിപ്ലിക്കേഷൻ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് DSP ഓപ്പറേഷൻ. ഓക്കെ, DSP ആപ്ലിക്കേഷനിൽ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് അറേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഈ കൺവല്യൂഷൻ, അതായത് കൺവോൾവർ ആണ് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്, കൺവോൾവർ അല്ലെങ്കിൽ കോറിലേഷൻ. ഓക്കെ, അതൊന്ന് വരച്ചെടുത്തോ. ഇപ്പൊ ഈ പടത്തില് എന്താണ് നടന്നത്? ഒന്ന് കൺവോൾവിങ് അല്ലെങ്കിൽ കൺവല്യൂഷൻ പ്രോസസ്സ് മൾട്ടിപ്ലിക്കേഷൻ നടന്നു. ഒരു ഔട്ട്പുട്ട് y of n വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ടും ഇമ്പൾസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതൊരു പ്രോസസ്സ്. രണ്ടാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, എവിടെ സ്റ്റോർ ചെയ്തു? അതായത് ഒന്നെന്ന് പറയുന്നത് ഈ കൺവല്യൂഷൻ പ്രോസസ്സ്, രണ്ടാമത്തെ നടന്നെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ 2 സ്റ്റേജസ് ആയിട്ടാണ് ഈ MACയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് വരച്ചെടുത്തോ എല്ലാവരും ഈ പടം? വരച്ചോ?
ആ നോക്കിയോ. അപ്പൊ നമുക്ക് MAC എങ്ങനെ എന്താണ് ഇത് ഈ ഒരു അപ്രോച്ച് എങ്ങനെ നമുക്ക് ഡിവൈഡ് ഒന്നെങ്കിൽ a dedicated MAC unit may be implemented in hardware which integrates multiplier and accumulator in a single hardware unit. Okay, അതായത് ഒരു ഒരു യൂണിറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു യൂണിറ്റ് കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യാം, വിച്ച് ഇന്റഗ്രേറ്റ്സ് ദി മൾട്ടിപ്ലയർ ആൻഡ് അക്യുമുലേറ്റർ ഇൻ എ സിംഗിൾ ഹാർഡ്വെയർ യൂണിറ്റ്. ഓക്കെ, ഇൻ എ സിംഗിൾ ഹാർഡ്വെയർ യൂണിറ്റ്, അതായത് നമ്മുടെ ഈ പ്രോസസ്സിങ്, അതായത് ഈ നേരത്തെ കണ്ട മൾട്ടിപ്ലിക്കേഷൻ, അതും ഈ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത അക്യുമുലേറ്ററും കൂടെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. അല്ലെങ്കിൽ സെക്കൻഡ് കേസ് ഈസ് ദാറ്റ് ഹാവിങ് സെപ്പറേറ്റ് മൾട്ടിപ്ലയർ ആൻഡ് അക്യുമുലേറ്റർ. ഓക്കെ, അതായത് സെപ്പറേറ്റ്, അതായത് ഒന്ന് മൾട്ടിപ്ലയറും വേറൊന്ന് അക്യുമുലേറ്ററും, രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, രണ്ട് അപ്രോച്ച് കൺസിഡർ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്ലയറും അക്യുമുലേറ്ററും ഒരു സിംഗിൾ യൂണിറ്റും, പിന്നെ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഹാവിങ് സെപ്പറേറ്റ് അക്യുമുലേറ്റർ ആൻഡ് ദി മൾട്ടിപ്ലയർ. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫസ്റ്റ് അപ്രോച്ച് ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോട്ടറോള DSP5600X, ആൻഡ് ദ സെക്കൻഡ് അപ്രോച്ച് ഇതാണ് എക്സാമ്പിൾ, നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ആൻഡ് ഇൻ ദിസ് അപ്രോച്ച് ദി ഔട്ട്പുട്ട് ഓഫ് ദി മൾട്ടിപ്ലയർ ഈസ് സ്റ്റോർഡ് into the product register and the content of the product register is added to the accumulator register in the central ALU. Okay, okay, അതായത് ഇതാണ് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് വിചാരിച്ചു. അക്യുമുലേറ്റർ, നമ്മുടെ പ്രോസസ്സ് ഇതാണ് നടക്കുന്നത്. ഇവിടെ പ്രോസസ്സ് കഴിഞ്ഞ ഔട്ട്പുട്ട് y(n) നമ്മൾ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ജസ്റ്റ് അക്യുമുലേറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലയറിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ്, അതായത് ഒരു DSP എന്താണ് y(n), അതായത് y(n) എന്താണ് നേരത്തെ എഴുതിയത്, x(n) ഇൻറ്റു h(n). അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന y(n) എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വിൽ ബി ആഡഡ് ടു ദി accumulator. Okay, will be added to the accumulator. Okay, ഓക്കെ, ഇത് ഏത് അപ്രോച്ച് എടുത്താലും MAC ഓപ്പറേഷന് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഒറ്റ ക്ലോക്ക് സൈക്കിൾ മതി. ഓക്കെ, ഇതിപ്പം ഒരു യൂണിറ്റ്, അതായത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താലും, സെപ്പറേറ്റ് മൾട്ടിപ്ലയർ സെപ്പറേറ്റ് ആൻഡ് അക്യുമുലേറ്റർ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താലും MAC operation needs only one clock cycle. Okay, and the presence of the hardware multipliers or the multiplier accumulator is one of the mandatory requirement. Okay, okay, അതൊരു മാൻഡേറ്ററി ആണ് അല്ലേ, ഒരു മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലയർ അക്യുമുലേറ്റർ വേണം എന്നുള്ള ഒരു മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് x(n), അതായത് നമ്മുടെ ഇൻപുട്ട് ഡേറ്റയാണ് x(n), നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഡേറ്റയാണ് h(n) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് y(n) ആണ് വേണ്ടതെങ്കിൽ x(n) ഇൻറ്റു h(n) ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് അതായത് നമ്മൾ x(n)ന്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡേറ്റ x(n+1) ഡേറ്റനെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, y(n+1) എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്താവും പറഞ്ഞേ, എന്താവും, ഈ x(n) എന്ന് പറയുന്ന ഇൻപുട്ട് എന്ത് ചെയ്യും, വിൽ ബി x(n+1). ഓക്കെ, x(n+1) ദാറ്റ് ഈസ് x(n+1) എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഷിഫ്റ്റഡ് ടു റൈറ്റ്. ഓക്കെ, അല്ല, x(n) എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ടു റൈറ്റ്, അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് x(n+1) എന്ന് പറയുന്നത്.
ഈ x(n+1) എന്ന് പറഞ്ഞ ഡേറ്റേനെ എന്ത് ചെയ്യും? അറേ എച്ച് ആയിട്ട്, അറേ എച്ച്, അതായത് ഇമ്പൾസ് അറേ എച്ച് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. y(n+1). അതായത് നമ്മൾ ഓരോ പ്രോസസ്സ് നടക്കുമ്പം എന്ത് ചെയ്യും? ഓരോ ഡേറ്റയും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് MACയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്, മോഡിഫൈഡ് ബസ് സ്ട്രക്ചർ ആൻഡ് മെമ്മറി ആക്സസ് സ്കീംസ് ഇൻ PDSP. ഓക്കെ, ഇനി MAC ഓപ്പറേഷൻ എന്താന്ന് നോക്കി. ഇനി MACD എന്ന് പറയുന്നത് സെയിം ആസ് MAC ഓപ്പറേഷൻ ആണ്, വിത്ത് ഡേറ്റ മൂവ്. ഓക്കെ, വിത്ത് ഡേറ്റ മൂവ്. ഓക്കെ, ദ MACD ഇൻസ്ട്രക്ഷൻ, that is the MAC operation with data move requires 4, അതായത് 4 memory access per instruction cycle. Okay, 4 memory access ആണ്. fetch the, ഈ നോട്ട് ചെയ്തോണേ, fetch the CD instruction from the program memory, the operand from the program memory to fetch one of the operand from the program memory, and third one to fetch the second operand from the data memory. With the address DMA plus step, just ഒരു അൽഗോരിതം പോലെ സ്റ്റെപ്പ് കൊടുത്തന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഓപ്പറാൻഡ്സ് വേണ്ടേ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം ഒരു ഓപ്പറാൻഡിനെ എടുക്കുക. ഇനി കിട്ടുന്ന കണ്ടന്റിന് നമ്മൾ കൊടുക്കുക, ഡേറ്റ മെമ്മറിയിലേക്ക് കൊടുക്കുക വിത്ത് അഡ്രസ് DMA. അപ്പൊ നമ്മൾ കൊടുത്തു കഴിയുമ്പം എന്താവും? DMA+1 ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാമർ DSPയുടെ മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് 4 മെമ്മറി ആക്സസ് ഉണ്ട് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് to fetch the MACD instruction from the program memory, and to fetch one of the operand from the program memory, to fetch the second operand from the data memory, and to write the content of the data memory with address DMA into the location with the address DMA+1. Okay. Next is the von Neumann architecture. Okay, von Neumann architecture. ഈ പടം ഒന്ന് വരച്ചെടുത്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. വോൺ ന്യൂമാനും ഹാർവാർഡ് ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, ഈ പടത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി, അതായത് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. കണ്ടോ, ഞാൻ പറഞ്ഞു നമുക്ക് 2 അപ്രോച്ച് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി സിംഗിൾ യൂണിറ്റ് ആയിട്ടും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡേറ്റ മെമ്മറി വേറെ, പ്രോഗ്രാം മെമ്മറി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പം ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രോസസ്സിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഡേറ്റ ബസ് ആൻഡ് അഡ്രസ് ബസ്, പിന്നെ സ്റ്റാറ്റസ്, ഓപ്പ് കോഡ്, ആ ഒരു ഡേറ്റ ഫ്ലോയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വരച്ചത്.
വരച്ചെടുത്തോ? ഓക്കെ. ഇനി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് വൈഡലി യൂസ്ഡ് ആർക്കിടെക്ചർ ഇൻ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ. മെജോറിറ്റി മൈക്രോ പ്രോസസ്സേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ. ഇനി പടത്തിൽ തന്നെ ഉണ്ട്. ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ് it can be noted that there are 3 buses used. Okay, 3 buses used. എന്തൊക്കെയാണ്? ഒന്ന് ഡേറ്റാ ബസ്, second one is address bus, and third one is control bus. Okay, control bus. Okay, ഇത് data bus, this one is address bus, and this will be the control bus. Okay, therefore the von Neumann architecture is used in majority microprocessors, and it consists of 3 buses, that is data bus, address bus, and control bus. Okay, and also in this architecture the CPU can be either reading an instruction or writing data from or to. Okay, അതായത് ഈ സി പി യു എന്ന് പറയുന്നത്, ഓക്കെ, സി പി യു എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, സി പി യു എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ റീഡ് ചെയ്യും, ഓക്കെ, ഒന്നെങ്കിൽ റീഡ് ചെയ്യും, ഓർ ഇറ്റ് റൈറ്റ്സ് ഡേറ്റ. ഓക്കെ, അതായത് സി പി യു പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് it will read or write the instruction from the instruction, അതായത് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡേറ്റ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ ഒന്നെങ്കിൽ റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും. എവിടുന്ന്? ഫ്രം ഓർ ടു മെമ്മറി. ഫ്രം ഓർ ടു മെമ്മറി. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. ഒന്നെങ്കിൽ മെമ്മറിന്ന് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ റീഡോ റൈറ്റോ ചെയ്യും, ഒന്നെങ്കിൽ മെമ്മറിയിൽ സേവ് ചെയ്യും, അല്ലെങ്കിൽ മെമ്മറിന്ന് എടുക്കും, അല്ലേ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ് അറ്റ് എ ടൈം പ്രോസസ്സിംഗ് യൂണിറ്റ് ചെയ്യുന്നത്. നിങ്ങളത് കൺഫ്യൂഷൻ വരുത്തരുത്. അതെന്ന് പറയുന്നത് എഴുതിക്കോ, വേണമെന്ന് നോട്ട് ചെയ്തോ. സി പി യു ഓർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈ ആർക്കിടെക്ചറിന്റെ കേസിലാണ്, ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ ദ സി പി യു എന്ത് ചെയ്യും, ക്യാൻ ബി ഐദർ റീഡ് ആൻ ഇൻസ്ട്രക്ഷൻ ഓർ read or write data from or to memory. Okay, from or to memory. Both cannot occur at the same time. Since the instruction and data use the same signal pathways. Okay, ഇത് ഈ ഒരു ഫങ്ഷൻസ് ഒരുമിച്ച് നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ദേ യൂസ് സെയിം സിഗ്നൽ പാത്ത്, അല്ലേ? ഡേറ്റ, നിങ്ങൾ ഈ പടം കണ്ടാൽ അറിയാം. നോക്ക്, ഈ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷന് അവർ രണ്ടുപേരും, അതായത് ഡേറ്റ ഇൻസ്ട്രക്ഷനും ഒരേ പാത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം എന്ത് പറ്റും? അറ്റ് എ ടൈം ഒരു ഫംഗ്ഷൻ അല്ല ചെയ്യാൻ പറ്റൂ, 2 ഫംഗ്ഷനും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ the processing unit can either read an instruction or write or read data from or to memory. Okay, from or to memory. Okay, data or instruction എന്നാണ് ആ പടത്തിൽ കൊടുത്തേക്കുന്നത്. അത് ശ്രദ്ധിച്ച് കാണുക. അതായത് ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ എന്നാണ് ആ പടത്തിൽ അവർ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം അറ്റ് എ ടൈം ഒന്നെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ബോത്ത് cannot occur at the same time. Okay, and the
execution of each instruction requires 4 clock cycles because there is a single address bus and there is a single data bus for accessing the program as well as data memory. Okay, അതായത് എന്താണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന്, അതായത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് എത്ര ക്ലോക്ക് സൈക്കിൾ വേണം? 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. എന്തുകൊണ്ടാണ് 4 സൈക്കിൾ വന്നത്? ബിക്കോസ് ദേ യൂസ് ഓൺലി സിംഗിൾ അഡ്രസ് ബസ് ആൻഡ് സിംഗിൾ ഡേറ്റ ബസ് അല്ലേ. എല്ലാ ഓരോ ഞാൻ പറഞ്ഞ 3 ബസ്സാണുള്ള ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അതൊക്കെ സിംഗിൾ ഇതാണ്, അതായത് ഒരു ഡേറ്റ ബസ്സേ ഉള്ളൂ, ഒരു അഡ്രസ് ബസ്സേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇറ്റ് റിക്വയർസ് ഓർ ദിസ് ആർക്കിടെക്ചർ നീഡ്സ് 4 ക്ലോക്ക് സൈക്കിൾസ്. ഓക്കെ, 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. ഓക്കെ, ആൻഡ് the number of clock cycles required for memory access can be reduced by using more than one bus for both address and data bus. Okay, ഇപ്പം ഒരു ബസ്സും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലോക്ക് സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേസിൽ, അതായത് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ എന്താണ് സിംഗിൾ ഡേറ്റ ബസ്സും സിംഗിൾ അഡ്രസ് ബസ്സും ആണ്. സോ ഇറ്റ് റിക്വയർസ് 4 ക്ലോക്ക് സൈക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി ഹാർവർഡ് ആർക്കിടെക്ചർ. ഓക്കെ, ഹാർവർഡ് ആർക്കിടെക്ചർ. വോൺ ന്യൂമാന്റെ പടം വരച്ചോ എല്ലാവരും? വരച്ചോ? ബാക്കി ഇനിയുള്ളത് ഹാർഡ്വേർഡ് ആർക്കിടെക്ചറും പൈപ്പ് ലൈനിങ്ങും ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ.